തിരുവനന്തപുരത്തിന്റെ സമരനായിക ആശാനാഥ് ഇനി നഗരസഭയിലെ ഡെപ്യൂട്ടി മേയർ കസേരയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം നേടിയാണ് ആശാനാഥ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. പോലീസിലേക്കുള്ള ശാരീരിക ക്ഷമതാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് ആശാനാഥ് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ നേതാവാണ് തിരുവനന്തപുരത്തെ സമരനായിക കൂടിയായ ആശാനാഥ്. പോലീസ് സർവീസിലേക്ക് കയറാൻ ശാരീരികക്ഷമതാ പരീക്ഷയ്ക്ക് മണിക്കൂറുകൾ ശേഷിക്കെ മരണപ്പെട്ട അമ്മാവനും പാപ്പനംകോട് വാർഡിലെ അന്നത്തെ കൗൺസിലറുമായിരുന്ന കൈമനം ചന്ദ്രന്റെ പകരക്കാരിയായി പാപ്പനംകോട് വാർഡിൽ നിന്ന് ആദ്യമായി നഗരസഭയിലേക്ക്. പാപ്പനംകോട് വാർഡ് ആശാനാഥിനെ സ്വീകരിച്ചു. പിന്നീട് 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാപ്പനംകോട് വാർഡിൽ നിന്നും ആശാനാഥ് വിജയിച്ചു കയറി, അതും വൻ ഭൂരിപക്ഷത്തിൽ. പിന്നീട് ആശാനാഥിന് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടേയില്ല. ഹാട്രിക് വിജയം പുതിയ വാർഡായ കരുമത്ത് നിന്ന്. ഇതിനിടയിൽ പാർട്ടി നൽകിയത് വലിയ ചുമതലകൾ. BJP എന്ന പാർട്ടിയുടെ ജില്ലാ നേതൃനിരയിലും കഴിവ് തെളിയിച്ചു. ചിറയിൻ കീഴിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തീരദേശ മേഖലകളിലടക്കം വൻ ഭൂരിപക്ഷവും BJPക്ക് വോട്ട് ശതമാനവും കൂട്ടാൻ ഈ യുവനേതാവിന് ആയി. തലസ്ഥാനത്തെ സമര പോരാട്ടങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിന്ന ആശ ഇനി നഗരസഭയിലെ ഡെപ്യൂട്ടി മേയർ കസേരയിലേക്കും. ജനം, തിരുവനന്തപുരം.